അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ ഭൂമി അടക്കം പിടിച്ചെടുത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള പുതിയൊരു പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ ഭൂപതിവ് ചട്ടം നടപ്പാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി അവിടെയുള്ള എല്ലാ ഫലസ്തീനികളും അവരുടെ ഭൂമി രജിസ്റ്റർ ചെയ്യണം. ആർക്കെങ്കിലും അതിന് സാധിച്ചില്ല എങ്കിൽ ആ ഭൂമി അവരിൽ നിന്ന് ഭാവിയിലെങ്കിലും പിടിച്ചെടുക്കപ്പെടും. ഇങ്ങനെയൊരു നീക്കം ഫലസ്തീനികളുടെ ജീവിതത്തെ എങ്ങനെയാകും ബാധിക്കുക? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കൃത്യമായ രേഖകളില്ലാത്ത ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഗൂഢപദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. 1967 ഇസ്രായേൽ അനധികൃതമായി കയ്യേറി ഇപ്പോഴും നിയന്ത്രണം തുടരുന്ന വെസ്റ്റ് ബാങ്കിലെ ഏരിയ സിയിലാണ് ഇത്തരമൊരു നടപടിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഫലസ്തീന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിന്റെ ഏകദേശം 60% വരും ഏരിയ സി. ഇസ്രായേലാണ് ഇവിടം നേരിട്ട് ഭരിക്കുന്നത്. 1949 മുതൽ 1967 വരെ വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ജോർദാന്റെ കൈവശമായിരുന്നു. അന്നവർ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്ന ഭൂപതിവ് ചട്ടങ്ങൾ പിൻപറ്റി ഭൂമി സർക്കാരിന്റെയാണോ സ്വകാര്യ വ്യക്തിയുടെയാണോ എന്നൊക്കെ വേർതിരിച്ചിരുന്നു. എന്നാൽ അന്നും ഭൂരിഭാഗം ഫലസ്തീനികൾക്കും തങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് 1967 ഇസ്രായേൽ അധിനിവേശം നടത്തുന്നതും വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു ഭാഗം പിടിച്ചെടുക്കുന്നതും. അതിനുശേഷം ഭൂപതിവ് നടപടികളെല്ലാം ഇസ്രായേൽ നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ 2/3 ഫലസ്തീനികളുടെയും കൈവശം തങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ രേഖകളില്ല. അങ്ങനെയിരിക്കെയാണ് ദശാബ്ദങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭൂപതിവിനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നിരവധി ഇസ്രായേലി മനുഷ്യാവകാശ ഗ്രൂപ്പുകളും രാഷ്ട്രീയ വിശകലന വിദഗ്ധരും ഈ നീക്കത്തെ അപലപിക്കുന്നുണ്ടെങ്കിലും കുടിയേറ്റ വിപ്ലവത്തിന്റെ തുടർച്ചയാണിതെന്നാണ് ഇസ്രായേൽ മന്ത്രിമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് തുല്യമായ നടപടികളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഫലസ്തീൻ അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര നിയമം ലംഘിച്ച് വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി സെറ്റിൽമെന്റ് നിർമ്മാണ പ്രക്രിയയുടെ ഔപചാരികവൽക്കരണമാണിതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഇസ്രായേലിന്റെ പുതിയ ഭൂപതിവ് പ്രക്രിയ പൂർണ്ണമായ വംശീയ ഉന്മൂലന നയമാണെന്നും ഫലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലെ വഴിത്തിരിവാണ് എന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതിലൂടെ ഏരിയ സിയിലെ ഭൂമിയുടെ വലിയൊരു പങ്കും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാവുകയും ഫലസ്തീനികൾക്ക് സ്വന്തം ഭൂമിയിൽ കുടിയേറ്റക്കാരായി താമസിക്കേണ്ടി വരികയും ചെയ്യും. എന്തെങ്കിലും ഒരു നിയമയുദ്ധത്തിലേക്ക് പോയാൽ പോലും ഭൂമി തങ്ങളുടേതാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാതെ ഫലസ്തീനികളെ നിസ്സഹായരാക്കാനും കൂടി ഈ പ്രക്രിയ ലക്ഷ്യമിടുന്നുണ്ട്. ഏകദേശം 33 ലക്ഷം ഫലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിൽ കഴിയുന്നത്. 67 ശേഷം ഇസ്രായേലി ഭരണകൂടത്തിന്റെയും കുടിയേറ്റക്കാരുടെയും അതിക്രമത്തെ തുടർന്ന് ഫലസ്തീൻ ജനത പൊറുതിമുട്ടുകയാണ്. ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾക്കെല്ലാം ഇസ്രായേലി സൈന്യം പരിരക്ഷ ഒരുക്കുകയും ചെയ്യും. ഏകദേശം 44 ഫലസ്തീൻ കമ്മ്യൂണിറ്റികൾ ഇതുമൂലം വെസ്റ്റ് ബാങ്കിനുള്ളിൽ തന്നെ ആഭ്യന്തര പലായനത്തിന് വിധേയമായിട്ടുമുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം അനധികൃതമായിട്ട് പോലും സെറ്റിൽമെന്റ് കോളനികളുടെ നിർമ്മാണവും ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2022 ശേഷം ഏകദേശം 50% വർധനവ് ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. അന്ന് 141 സെറ്റിൽമെന്റ് കോളനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 210 ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗസയിലെ അതിക്രമങ്ങളുടെ കണക്കുകൾ പുറത്തു വരാറുണ്ടെങ്കിലും അതിന്റെ മറവിൽ വെസ്റ്റ് ബാങ്കിലും കൊടിയ പീഡനങ്ങളാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 പിന്നാലെ ഏകദേശം 1054 ഫലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുമുണ്ട്.